നമസ്കാരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ചരിത്ര നേട്ടം. തുടർച്ചയായ രണ്ടാം വർഷം ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടറിലെത്തിയ കേരളം ഇത്തവണ സെമിയിലുമെത്തി. വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ കരുത്തരായ ഗുജറാത്തിനെ തകർത്താണ് കേരളം സെമിയിലെത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലെത്തുന്നത്. ബേസിൽ തമ്പിയാണ് മാൻ ഓഫ് ദ മാച്ച്. യുവതാരങ്ങളുടെ മികവാണ് കേരളത്തിന് തുണയാകുന്നത്. ഇതോടെ ദേശീയ ക്രിക്കറ്റിലെ ശക്തി കേന്ദ്രമായി കേരള ക്രിക്കറ്റ് മാറുകയാണ്. ചരിത്രത്തിൽ ഇതാദ്യമായി കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ സ്വന്തം തട്ടകമായ കൃഷ്ണഗിരിയിൽ 2017 ചാമ്പ്യന്മാരായ ഗുജറാത്തിനെ 113 റൺസിന് തോൽപ്പിച്ചാണ് കേരളത്തിന്റെ പ്രഥമ സെമി പ്രവേശം. വയനാട്ടിലെ പിച്ച് ഫാസ്റ്റ് ബൗളിങ്ങിനെ തുണയ്ക്കുന്നതായിരുന്നു. ഈർപ്പമുള്ള പിച്ചിൽ കുത്തി ഉയരുന്ന ബൗൺസ് ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളിയായി. സന്ദീപ് വാര്യരും ബേസിൽ തമ്പിയും മുന്നിൽ നിന്ന് പന്തെറിഞ്ഞപ്പോൾ പാർത്ഥിവ് പട്ടേലിന് ഗുജറാത്ത് തകർന്നു. മത്സരത്തിൽ ഗുജറാത്തിനായിരുന്നു കളിയെഴുത്തുകാർ കൂടുതൽ സാധ്യത നൽകിയിരുന്നത്. ഇതെല്ലാം അപ്രസക്തമാക്കിയാണ് കേരളം ജയിച്ചു കയറുന്നത്. ടോസ് നേടിയ ഗുജറാത്ത് കേരളത്തെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഓരോ ദിവസവും ബാറ്റിംഗ് ദുഷ്കരമാകുന്ന പിച്ചിൽ പാർത്ഥിവ് പട്ടേലിന്റെ ഈ തീരുമാനം കേരളത്തിന് ഒരർത്ഥത്തിൽ തുണയാവുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 9 വിക്കറ്റിന് 185 റൺസ് എടുത്തു. മറുപടിയായി ഗുജറാത്തിന് 171 റൺസ് എടുക്കാനായുള്ളൂ. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കേരളം രണ്ടാം ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ കേരളം ഗുജറാത്തിന് 81 റൺസിന് എറിഞ്ഞിട്ടു. അതുകൊണ്ട് തന്നെ ഈ വിജയം ഫാസ്റ്റ് ബൗളർമാരുടേതാണ്. ആദ്യ ഇന്നിംഗ്സിൽ സന്ദീപ് വാര്യർ 4-ഉം ബേസിൽ തമ്പിയും നിതീഷ് എംഡിയും 3 വീതം വിക്കറ്റ് എടുത്തു. രണ്ടാം ഇന്നിംഗ്സിൽ ബേസിൽ തമ്പിയാണ് മുന്നിൽ നിന്ന് പന്തെറിഞ്ഞത്. ബേസിൽ തമ്പി 5 വിക്കറ്റുകൾ എടുത്തു. സന്ദീപ് വാര്യർ 3-ഉം നിതീഷ് 1-ഉം. അങ്ങനെ ഫാസ്റ്റ് ബൗളിംഗ് മികവിൽ കേരളം സെമിയിലെത്തി. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ സഞ്ജു വി സാംസണ് പരിക്കേറ്റിരുന്നു. കൈവിരലൊടിഞ്ഞ സഞ്ജു രണ്ടാം ഇന്നിംഗ്സിൽ ഒറ്റക്കയ്യനായെത്തി ബാറ്റ് ചെയ്തു. ആദ്യ ഇന്നിംഗ്സിൽ 27 റൺസ് നേടിയ ബേസിൽ തമ്പിയും ബാറ്റിംഗിൽ തിളങ്ങി. രണ്ടാം ഇന്നിംഗ്സിൽ കേരള ഇന്നിംഗ്സിന് നെടുതൂണായത് സിജോ മോൻ ജോസഫിന്റെ അർദ്ധ സെഞ്ചുറിയായിരുന്നു. 56 റൺസാണ് സിജോ മോൻ എടുത്തത്. ജലജ് സക്സേന 44 റൺസ് എടുത്തു. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും റൺ നേടുക അസാധ്യമായ പിച്ചിൽ 24 റൺസുകൾ നേടി. ഇതൊക്കെയാണ് വയനാടൻ മണ്ണിൽ കേരളത്തിന് ചരിത്ര വിജയം സമ്മാനിച്ചത്. കേരളത്തിനെതിരെ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഗുജറാത്തിന് തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ച സംഭവിച്ചു. 3 ഓവറിനിടെ 2 വിക്കറ്റ് പിഴുത ബേസിൽ തമ്പിയാണ് ഗുജറാത്തിനെ പ്രതിരോധത്തിലാക്കിയത്. കേരളവും ഗുജറാത്തും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്വാർട്ടറിന്റെ രണ്ടാം ദിനം ആരാധകരുടെ ഹൃദയം കീഴടക്കിയത് സഞ്ജു വി സാംസൺ ആയിരുന്നു. വിരലിനേറ്റ പരിക്ക് വകവയ്ക്കാതെ ഗ്രൗണ്ടിലിറങ്ങിയാണ് സഞ്ജു ആരാധകരുടെ കയ്യടി നേടിയത്. കേരളത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റും പോയതോടെ സഞ്ജു ക്രീസിലെത്തുകയായിരുന്നു. 9-ാമനായി സന്ദീപ് വാര്യർ പുറത്തായതോടെ കേരളത്തിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചുവെന്ന് കരുതിയതാണ്. രണ്ടാം ഇന്നിംഗ്സിൽ സഞ്ജു കളിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ക്രീസിലുള്ള ജലജ് സക്സേനയ്ക്ക് കൂട്ടായി സഞ്ജു കളിക്കാൻ ഇറങ്ങുകയായിരുന്നു. സഞ്ജുവിന്റെ ധീരമായ ഈ തീരുമാനത്തെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് കാണികൾ വരവേറ്റത്. 8 പന്ത് ഇടം കൈ കൊണ്ട് ബാറ്റ് വീശി ബ്ലോക്ക് ചെയ്ത സഞ്ജുവിനെ 9-ാം പന്തിൽ അക്സർ പട്ടേൽ വിക്കറ്റിന് മുന്നിൽ കുരുക്കി. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് സഞ്ജുവിന്റെ വലതു കൈവിരലിന് പരിക്കേറ്റത്.